ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 103-ാം സങ്കീർത്തനത്തിൻ്റെ 13-ാം വാക്യത്തിൽ അപ്പന് മക്കളോട് കരുണ തോന്നുന്ന പോലെ യഹോവയ്ക്ക് തന്നെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു. കരുണ കാണിക്കേണ്ടത് ദൈവീയ സ്വഭാവമാണ്. മറ്റുള്ളവരോട് കരുണ കാണണമെങ്കിൽ കരുണയുള്ള മനസ്സുണ്ടായിരിക്കണം, ദൈവത്തിൻ്റെ മനസ്സുണ്ടായിരിക്കണം. കരുണയില്ലാതെ പ്രവർത്തിക്കുന്ന ധാരാളം പേരെ നമ്മൾ കാണാൻ സാധിക്കും. ചെറിയ കാര്യം മുതൽ വലിയ കാര്യം വരെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ആ കരുണയുടെ മഹത്തായ സേവനം കൊടുക്കാൻ സാധിക്കും. ഇവിടുത്തെ ഈ സങ്കീർത്തനക്കാരൻ രചിക്കുമ്പോൾ ദൈവത്തിന് മാത്രമേ കരുണയുള്ളൂ. അപ്പന് മക്കളോട് കരുണ തോന്നുന്ന പോലെ അപ്പന് മക്കളോടൊരു കരുണയുണ്ട്. എല്ലാ അപ്പന്മാർക്കും മക്കളോട് കരുണയുണ്ട്. ദാവീദ് രാജാവ് പറഞ്ഞിരിക്കുന്നതിൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കും. അപ്പനും അമ്മയും ഉപേക്ഷിക്കും ചിലപ്പോൾ. എന്നാൽ അതിൻ്റെ ഒക്കെ മധ്യത്തിൽ കരുണ ചെയ്യുന്ന ദൈവത്തിൻ്റെ ആ കരുണ പ്രാപിച്ചെടുക്കുവാൻ കരുണ നൽകണം. മറ്റുള്ളവർക്ക് കരുണ നൽകണം. ഒരാളെ കണ്ടാൽ അർഹതപ്പെട്ടവരാണെങ്കിൽ നമ്മുടെ കയ്യിൽ അതിനുള്ള വകുപ്പുകളുണ്ടെങ്കിൽ നമ്മളോടൊരു കരുണ കാണിക്കണം. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവേ, കരുണയില്ലാത്തൊരു ലോകത്താണ് ജീവിക്കുന്നത്. കരുണാസമ്പന്നനായ യേശു, അങ്ങ് കരുണാമയുടുവാണ്. ആ കരുണ ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും ചൊരിയണം. ഞങ്ങളുടെ മുഖ്യമന്ത്രി, ഗവർണർ, പ്രധാനമന്ത്രി, ലോകരാജ്യങ്ങളിലെ പ്രസിഡന്റുമാർ, പ്രധാനമന്ത്രിമാർ, വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ, MP-മാർ, MLA-മാർ, ബഹുമാനമുള്ള കോടതിയിലെ വക്കീലന്മാർ, ലോകമാരുടെ സുവിശേഷം അറിയിക്കുന്നവർ, വിവിധ ചാനലുകളിൽ ജോലി ചെയ്യുന്നവർ, ഫോട്ടോഗ്രാഫേഴ്സ്, 35 വയസ്സിന് താഴെയുള്ള യുവതി യുവാക്കൾ, അധ്യാപകർ, അനധ്യാപകർ, പ്രഥമ അധ്യാപകർ, കോളേജുകൾ, സ്കൂളുകൾ, ലോകമെമ്പാടുമുള്ള കലാലയങ്ങൾ, ബെഡിഡനായിട്ടുള്ളവർ, വിശ്രമജീവിതം നയിക്കുന്നവർ, വഴിയോരങ്ങളിൽ കഴിയുന്നവർ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ജയിലുകളിൽ കഴിയുന്നവർ, എല്ലാവരുടെ മേലും വ്യാപരിക്കണം. ആശുപത്രിയിൽ കഴിയുന്നവർ, ഡോക്ടേഴ്സ്, നഴ്സസ്, മറ്റ് സ്റ്റാഫുകൾ, മരുന്ന് കമ്പനിക്കാർ, മരുന്ന് കച്ചവടക്കാർ, മരുന്ന് വിതരണക്കാർ, ആംബുലൻസ് ഡ്രൈവേഴ്സ്, വഴിയോര കച്ചവടക്കാർ, WHO, ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ്, റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ്, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്, അർത്ഥ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എപ്പേർപ്പെട്ടവർക്കും കരുണയുടെ മഹത്വം എല്ലാവർക്കും കരുണ കാണിക്കുവാനുള്ള സ്വഭാവം എല്ലാവർക്കും നൽകണമേ. കർത്താവേ, അടിയങ്ങൾക്ക് ഓരോരുത്തർക്കും മറ്റുള്ളവരോട് കരുണയായി പെരുമാറുവാനുള്ള ആ വലിയ കരുണ ഞങ്ങൾക്ക് തരണം. യേശുവെ നന്ദി, യേശു സ്തോത്രം, യേശു ആരാധന, യേശു മഹത്വം. യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ. ആമീൻ. ഗോഡ് ബ്ലെസ് യു. തീരാത്ത കനിവിന്റെ കനലാണു തീക്കനൽ, അണയുവാനൊരുങ്ങും ഈ ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ. തീക്കനൽ, തീക്കനൽ,